എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന പാറും വിഷയവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പാറുന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ആ വീട്ടുകാർക്ക് ഉപേക്ഷിച്ച് ഇന്നലെ കണ്ടു ഒരുത്തനോടൊപ്പം ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല പെട്ടെന്ന്. പക്ഷെ വിശ്വത്തോടൊപ്പം ഒരു ജീവിതം അമേരിക്കയ്ക്ക് പോയാൽ ഒരിക്കലും കിട്ടത്തില്ല. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം പാറുന് എന്ത് ചെയ്യണമെന്ന് നടക്കത്തില്ല. വിശ്വം പോരാത്തിന് പറയുകയും ചെയ്തു, നിനക്ക് സമ്മതം അല്ലെങ്കിൽ വേണ്ട പാറു, നീ വീട്ടുകാർ പറയുന്ന അനുസരിച്ചോ അമേരിക്കയ്ക്ക് പൊക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് അങ്ങനെ പറ്റുമെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം. പക്ഷെ അത് പാറുവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. വിശ്വം നല്ലവനാണ്. ഇന്ദ്രന്റെ അനുജനാണെന്ന ഉള്ളതാണ് അവന്റെ ഏക ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ. അതിപ്പോ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നീട് പാറു പറഞ്ഞു, നമ്മൾ എന്താണല്ലോ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നാളെയല്ലേ രജിസ്റ്റർ, എനിക്ക് സമ്മതമാണ്, നാളെ ഞാൻ വന്നേക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. വിശ്വം വിളിച്ചാൽ മതി, എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വന്നേക്കാം എന്നൊക്കെ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ് വിശ്വം പാറു നാളത്തെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന വഴിക്കെല്ലാം പാറുവിന്റെ മനസ്സ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞാൽ വിശ്വത്തോട് വാക്കു പറയുകയൊക്കെ ചെയ്തു. പക്ഷെ നാളെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് വിശ്വത്തോടൊപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങാനായിട്ട് പോവാം. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവേച്ചിക്ക് സേതുവേട്ടനും അമ്മയ്ക്കും അച്ഛനൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അതൊക്കെ ഓർത്തപ്പം പാറുവിന് നല്ല വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ വിശ്വത്തെ നഷ്ടപ്പെടും അല്ലെങ്കിൽ തന്റെ ജീവിതം തകരുമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല പാറുവിന്. ആ സമയം ശോഭ പല്ലവിനെ വിളിച്ചിട്ട് ആ സന്തോഷ വാർത്ത പറയാണ്. അതെ, അവൾക്ക് അമേരിക്കയ്ക്ക് പോകാൻ സമ്മതമാണെന്ന് പാറുവിന്. ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവള് പോകുമെന്ന് പറയാ. ഇത് കേട്ടപ്പം പല്ലവിക്ക് സന്തോഷമായി. സത്യമാണോ അമ്മയെ പറയണെന്ന് വെക്കും. അതേ മോളെന്ന് പറയാ, ഒരു കാര്യം ചെയ്യാ, നീ ഇങ്ങോട്ടേക്ക് വാ. ഇനിയിപ്പോ എത്ര ദിവസം അവളോടൊപ്പം ഇവിടെ നിൽക്കാനായിട്ട് പറ്റും? അവൾ അമേരിക്കയ്ക്ക് പോയാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ അവളെ കാണാനായിട്ട് പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇനിയിപ്പോ ഡിവോഴ്സ് ഒക്കെ അധികം വൈകാതെ തന്നെ നടക്കും. ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്നത് ശരിയല്ലോ. കല്യാണം നടക്കാൻ പോകുന്ന പെണ്ണും ചെറുക്കനും ഒരു വീട്ടിൽ തന്നെ താമസിക്കാന്ന് പറഞ്ഞാൽ അത് മോശക്കേടായിട്ടുള്ള കാര്യമാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് പോയാൽ മതി. ഇനിയിപ്പം മോൾക്ക് ഇവിടെ വന്ന് നിൽക്കാലോ. ഇനിയിപ്പോ ആ ഇന്ദ്രന്റെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ലോ എന്നൊക്കെ പല്ലവിയോട് പറയാണ്. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, ഞാൻ സേതുവേട്ടനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ അമ്മേ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ കോളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പല്ലവി ഇങ്ങനെ ആലോചിച്ചു, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ഇനിയിപ്പോ പാറുവിനോടൊപ്പം കുറച്ച് ദിവസം മാത്രം അവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഉള്ള ദിവസം പാറുവിനോടൊപ്പം പോയി നിൽക്കാം. പിന്നെ അധികം വൈകാതെ തന്നെ തന്റെ കേസിന്റെ കാര്യങ്ങളൊക്കെ ആവും. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ സേതുവേട്ടനോടൊപ്പം ഒരു ജീവിതം തുടങ്ങിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാം എന്ന തീരുമാനത്തില് പല്ലവി എത്തുവാണ്. പിന്നീട് നേരെ വിശ്വത്തിന്റെ അടുത്തെത്തി. വിശ്വം ചോദിച്ചു, എന്തോ ഗഹനമായ ചിന്തയിലായിരുന്നു തോന്നല്ലോ, മുഖം കണ്ടെന്ന് ചോദിക്കാണ്. അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി അനുമതി മേടിക്കാൻ വന്നാന്ന് പറയണം. എന്നോട് അനുമതി മേടിക്കാനോ? അത് കൊള്ളാലോ, നല്ല കാര്യമായി. നീ എന്താ പല്ലവി പറയണേ? നീ എന്തേലും ചെയ്യുവാണെങ്കിൽ എന്നോട് അനുമതി മേടിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. കാര്യമുണ്ടെന്ന് പറയും. അല്ല, കാര്യം എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ വീട്ടിലേക്ക് പോയാലോ എന്നൊരു ചിന്ത. വീട്ടിൽ പോകാനോ? അതിനെന്താ, നീ പോയിട്ട് പോരാൻ പറയണം. അതിനിപ്പോ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ വീടല്ലെന്ന് ചോദിക്കും. അതല്ല സേതുവേട്ടാ. പിന്നെയോ? അത് പിന്നെ ഞാൻ വീട്ടിൽ പോയാലും ഇനിയിപ്പം നിന്നാലോ എന്ന് ആലോചിക്കുവാന്ന് പറയണേ. വീട്ടിൽ പോയി നിൽക്കാനോ? അതെന്താ പറ്റി? ഇവിടെ ആരെങ്കിലും നിന്നെ എന്തേലും പറഞ്ഞോ? ഋതു എന്തേലും പറഞ്ഞോ? അല്ലെങ്കിൽ പൂർണ്ണാമ എന്തേലും പറഞ്ഞോ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാ. പിന്നെന്താ കുഴപ്പം? പിന്നെ എന്തിനാ ഇപ്പൊ നീ ധൃതി പിടിച്ച് വീട്ടിലേക്ക് പോണെന്ന് ചോദിക്കും. അത് പിന്നെ പാറു അമേരിക്കയ്ക്ക് പോകാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം മാത്രം അവള് വീട്ടിൽ കാണത്തുള്ളൂ. ആ സമയം അവളോടൊപ്പം എനിക്ക് ചെലവഴിക്കാലോ. അത് മാത്രമല്ല, ഇനിയിപ്പം ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണമൊക്കെ കാണില്ലേ. ആ സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലോ എന്ന് പറയാ. സേതു ആലോചിച്ചു. ശരിയാ, ആലോചിച്ച് കഴിഞ്ഞപ്പോ സേതു നോക്കിയപ്പോ ശരിയാണ്, നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാരൊക്കെ ഓരോന്ന് പറയില്ലേ. ഇത് കേട്ടപ്പം സേതു പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷെ നീ ഇല്ലാതെ എന്റെ നെടുന്തൂടാ നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ ഒന്നിനും ഒരു ഉത്സാഹം തോന്നത്തില്ല. നിനക്കറിയാലോ, നീ ഇവിടെ ഉള്ളതാണ് എന്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയണം. ഇത് കേട്ട പല്ലി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല സേതുവേട്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, എനിക്കറിയാം നിന്റെ അവസ്ഥ എന്താന്ന്. ഈ ഒരു അവസ്ഥയിൽ നിന്നെ വിടാതിരിക്കാനും എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് നിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ നടക്കട്ടെ. പിന്നെ നമ്മള് ഒത്തിരി ദൂരേക്കൊന്നും അല്ല പോന്നേ, ഇടയ്ക്ക് എപ്പോഴും നമുക്ക് കാണുകയൊക്കെ ചെയ്യാലോ. നിനക്ക് ഇങ്ങോട്ടേക്ക് വരുവോ അല്ലെ എനിക്ക് അങ്ങോട്ടേക്ക് വരുവോ ഒക്കെ ചെയ്യാലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോ പല്ലി പറഞ്ഞു, അത് ശരിയാ, സേതുവിന്റെ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലും സേതുവിന്റെ നെഞ്ചില്ലാത്തൊരു പിടപ്പാണ്. ഇത്രയും നാൾ പല്ലവി വീട് കണ്ടായിട്ട് പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് പോയി കഴിയുമ്പോ ആ സ്ഥാനത്തൊരു ശൂന്യത വരുമല്ലോ. അത് സേതുവിന് അറിയാം. അതുകൊണ്ട് സേതുവിന് നല്ലൊരു വിഷമമൊക്കെ ഉണ്ട്. പിന്നീട് അങ്ങനെ ബായൊക്കെ റെഡിയാക്കി വെക്കുവാണ്. അതിനുശേഷമാണ് പൂർണിമയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും എല്ലാവരും കൂടെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയണം.
ഇത് കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. എന്താ പല്ലവി, നിനക്ക് ഇവിടെ നിന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ എന്തേലും പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും തോന്നിയിട്ടാണോ പോണേന്നൊക്കെ ചോദിക്കണം. അതിനുശേഷമാണ് പല്ലവി ആ കാര്യങ്ങളൊക്കെ പറയണേ. വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണം പറഞ്ഞു, ആ മോളുടെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ ഇനിയിപ്പോൾ കൂടുതൽ നിർബന്ധിക്കൊന്നുമില്ല ഇവിടെ നിൽക്കാനായിട്ട്. അല്ലെങ്കിൽ എപ്പോഴാണെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് തന്നെ വരണ്ടടാ. നീ ഈ കുടുംബത്തിന്റെ മരുമകളാണ്. അന്ന് തിരുമേനി വന്ന് പറഞ്ഞു, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നീ ഈ കുടുംബത്തിന്റെ നെടുന്തൂടാണ്. നീ വേണം ഈ കുടുംബത്തെ പിടിച്ചു നിർത്താനായിട്ട്. ഇതൊക്കെ കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, എനിക്കറിയാം പൂർണ്ണാമ്മേ, ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോണേന്ന് പറയാം. അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് നടക്കും. ഡിവോഴ്സ് നടന്നാൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറയണം. പൂർണ്ണ പറഞ്ഞു, നിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മരുമോളായിട്ടല്ല, ഞാൻ മോളായിട്ടായിരിക്കും കാണുന്നത്. ഇത്രയും കാലം അങ്ങനെയായിരുന്നു കണ്ടേ. എൻ്റെ മക്കളോടൊപ്പം നിനക്കൊരു സ്ഥാനം ഞാൻ തന്നിട്ടുണ്ട്. നീ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇത്രയും നാളും ഇവിടെ വന്ന് ഒരു ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന് വേണ്ട ഒത്തിരി മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, അതൊക്കെ എൻ്റെ കടമയല്ലേ അമ്മേ. സേതുവേന്റെ കുടുംബം എൻ്റെ കുടുംബം കൂടെ അല്ലേ. അപ്പൊ ഇവിടെയുള്ള ഈ ഋതു ആണെങ്കിലും സ്വാതി ആണെങ്കിലും അച്ചു ആണെങ്കിലും എൻ്റെ അനീത്തിമാരല്ലേ. അപ്പൊ അവർക്കൊരു ആപത്ത് വന്നാലോ ഒക്കെ നോക്കണ്ട ഞാനല്ലേ എന്ന് ചോദിക്കുക. സ്വാതിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. സ്വാതി വന്നിട്ട് പറഞ്ഞു, അതെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്താന്ന് നിൽക്കണം. പിന്നീട് പല്ലവിനെ കെട്ടിപ്പിടിച്ചു. ഒരു പക്ഷേ എങ്കിൽ ഞാൻ നശിച്ചു പോകണ്ടായിരുന്നു. അവിടെ നിന്ന് എന്നെ കരകയറ്റി ഇവിടം വരെ എത്തിച്ച പല്ലവേച്ചിയാണ്. ശരിക്കും പറഞ്ഞാൽ പല്ലവേച്ചി ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്വഭാവം ഇതൊന്നും ആയിരിക്കില്ല. അറിയാലോ എത്ര വലിയ വിപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നേന്ന്. പല്ലവേച്ചിക്കൊരു ആഗ്രഹമുണ്ട്, ഈ തവണ എനിക്ക് ഫസ്റ്റ് റാങ്ക് മേടിക്കണം എന്നുള്ള. അത് ഉറപ്പായിട്ട് ഞാൻ സാധിച്ചു തരും. ഇതേ ടീച്ചറിന്റെ കുട്ടിയാ ഞാൻ പറയണേന്ന് എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ടിച്ചപ്പോഴത്തേനും അച്ഛനും വിഷമായി. അച്ഛൻ പറഞ്ഞു, അതെ പല്ലവേച്ചി ഇവിടെ ഉണ്ടായിരുന്ന എനിക്കൊരു ധൈര്യമായിരുന്നു. കാരണം അന്നും അതെ വന്ന കാലം തൊട്ട് എന്നോടൊപ്പം എന്തിനു സപ്പോർട്ടായിട്ട്, എന്തിനേറെ പറയുന്നു, ശ്രീഹരിയുടെ ബന്ധം പോലും എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ. അല്ലെങ്കിൽ ആ നിഖിലിനെ പോലെയുള്ള ഒരുത്തനെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം തൊലഞ്ഞു പോകണ്ടായിരുന്നു. കൃത്യസമയത്ത് തന്നെ പല്ലവേച്ചി വന്നുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടെ. അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്തായി തീർന്നേനും. അതൊക്കെ ഓർത്ത് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പല്ലവി ചേച്ചിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, സാരമില്ല, നമുക്ക് എപ്പോൾ വേണം കാണാലോ എന്ന് പറയണം. പിന്നീട് അച്ചു പറഞ്ഞു, പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യത്തിന് വേണ്ടല്ലേ, പോയിട്ട് തിരികെ വരുമല്ലോ, അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. ഇനിയിപ്പോൾ കോടതി വിധി വരുന്നതിന് ശേഷം ഇനി ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ പല്ലവിച്ച് വരണേന്ന് ചോദിക്കാം. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളൂ, സന്തോഷത്തോടെ പോയിട്ട് വരാനൊക്കെ പറയാണ്. അങ്ങനെ പൂർണ്ണിമ സേതുവിനോട് പറഞ്ഞു, പല്ലവിനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരാൻ പറയാണ്. അങ്ങനെ പല്ലവി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ അതുപോലെയായിരുന്നു. പിന്നീട് ബേബി ചേച്ചിയുടെ വരെ കണ്ണു നിറഞ്ഞു പോയി. നല്ലൊരു മോളായിരുന്നു. എന്തൊരു ഒച്ചപ്പാടും ബഹളമായിരുന്നു ഈ കുടുംബത്തിന്റെ. ശരിക്കും പറഞ്ഞാൽ മാധവ് സാറ് മരിച്ചപ്പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെ എല്ലാവരും ഒന്നിച്ച് പിടിച്ച് കൊണ്ട് ഇത്രയും കാലം കൊണ്ടു നടന്ന അതൊക്കെ ചിന്തിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബേബി ചേച്ചിനും കണ്ണു നിറഞ്ഞു വന്നു. ഈ സമയം പൂർണ്ണം പറഞ്ഞു, എന്തിനാ വിഷമിക്കണേ, അവൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും, എനിക്കറിയാം, അവൾ സേതുവിന്റെ പെണ്ണ, അവൾക്ക് വേറൊരിടത്തേക്കും പോകാൻ കഴിയില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ പല്ലവീനെ കൊണ്ട് സേതു വീട്ടിലേക്ക് വരിക. ഈ സമയം പാറുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞാൽ നാളെയാണ് ആ ദിവസം. എങ്ങനെയായി തീരും, വീട്ടുകാരെന്തേലും അറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാലോ, അതൊക്കെ ഓർത്തിട്ട് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ട് വരുന്നത്. പല്ലവി അന്നത്തെ ദിവസം അങ്ങോട്ടേക്ക് വരുന്നു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല പാറു. പിന്നീട് പല്ലവിയെ കണ്ടതും പാറു ഓടിച്ചെന്ന് ചേച്ചിന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ടീച്ചർ നിനക്ക് സുഖമല്ലേ മോളേന്ന് ചോദിക്കണം. അതേന്ന് പറയണം. അപ്പോഴേക്കും മാഷും ശോഭയൊക്കെ വന്നു. പിന്നീട് സേതുനോടും ബാ സേതു കയറി ഇരിക്കാൻ പറയണം. സേതു പറഞ്ഞു, ഞാൻ ഇറങ്ങിയേക്കുക, അതെന്ത് പോക്ക പോകുന്നേ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയാണ്. പിന്നീട് ശോഭ കൊടുന്ന് ചായ ഇതൊക്കെ കൊടുക്കണം. അങ്ങനെ ചായ എല്ലാം കുടിച്ച് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് സേതു പോകുന്നത്. അങ്ങനെ സേതു പോയന്നെ പാറുവിനെ വിളിച്ചോണ്ട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ്. എന്നിട്ട് ചോദിച്ചു, നീ പൂർണ്ണ മനസ്സോടെ തന്നെയാണല്ലോ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞല്ലേന്ന് ചോദിക്കാം. അതേ ചേച്ചി, ഞാൻ പൂർണ്ണ മനസ്സോടെ തന്നെയാന്ന് പറയണ. അല്ല ഇനിയിപ്പം നാളെ ഇനി മാറ്റി പറയരുത്, അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ, അവർക്ക് എത്രമാത്രം വിഷമാവുമെന്ന്. ഒരു കണക്കിന് നീ എടുത്ത തീരുമാനം നല്ല. ആ ഇന്ദ്രനെ പോലുള്ള ഒരുത്തിന്റെ അനിയനോടൊപ്പം ജീവിക്കുന്നേക്കാളും ഭേദം നീ അമേരിക്കയ്ക്ക് തന്നെ പോകുന്ന മോളെ. വൈകിയാണെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു ബോധം ഉണ്ടായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പാറുവിന് ചേച്ചിയോട് കള്ളത്തരം പറയുന്നതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം തനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കള്ളത്തരം പറയാതെ വഴിയില്ല. ശോഭയും 3 വർഷം ഭയങ്കര സന്തോഷമാണ്, എല്ലാം കൊണ്ടും നല്ലൊരു സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും അന്നത്തെ ദിവസം സംസാരിച്ച് കുറെ സമയം കഴിഞ്ഞിട്ടാണ് പാറു പല്ലവിയും കിടക്കുന്നത്. പഴയ കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞുകൊണ്ടൊക്കെ കിടന്നു. കാരണം പാറുവിനറിയാം നാളെ താൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തൻ്റെ ജീവിതം എന്തായി തീരും എങ്ങനെയായി തീരും ഒന്നും അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ തന്നെ ഈ വീട്ടിൽ കയറ്റുമോ അവിടെ കയറ്റുമോ ഒന്നും അറിയാൻ പറ്റില്ല. ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറ്റുമെന്ന് തോന്നില്ല. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം പാറു പതിവ് പോലെ തന്നെ രാവിലെ പോകുന്ന പോലെ പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ്
പാറു പതിവിലും വിപരീതമായിട്ട് എന്ത് ചെയ്യാണ്, അച്ഛനും അമ്മയുടെ ഒക്കെ അടുത്ത് എന്നിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിക്കണമെന്നുണ്ട്. പക്ഷെ അത് അപകടമാണെന്ന് മനസ്സിലായതുകൊണ്ട് അങ്ങനെയും ചെയ്തില്ല. അങ്ങനെ പാറു ഇറങ്ങി. പാറു ഇറങ്ങിയിട്ട് നേരെ വിശ്വത്തിനെ വിളിക്കുകയാണ്. വിശ്വത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറയാൻ. വിശ്വം പറയും, ശരി ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം. അങ്ങനെ അവർ രജിസ്റ്റർ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ വീട്ടിലറിയുമ്പോൾ വലിയ പ്രശ്നമാവും. കാരണം പല്ലവിക്കാണെങ്കിലും ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെയായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.